ഞാനിവിടെ നമ്മുടെ ചതുരപ്പയർ കയറി ഇവിടെ ഇത്ര നാൾ ഞാനിവിടെ തൊട്ടില്ലായിരുന്നു. ഇപ്പം ഇത് ഉണങ്ങിപ്പോയില്ലേ, അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ ഫുള്ള് കട്ട് ചെയ്തെടുക്കണില്ല. ഇവിടെ നമ്മുടെ ഒരു ഇതിരിക്കുന്നുണ്ട്, ദേ നമ്മുടെ ചെറുതേൻ്റെ കൂടാട്ടോ, കണ്ടോ ഇല്ലെങ്കിൽ കുമ്പത്തിൽ വെച്ചേക്കണതാണ്ടോ അവിടെ. അപ്പോൾ അത് ഇളകും, അതുകൊണ്ട് ഞാൻ പതിയെ ഇവിടെ ഒന്ന് ഇത്ര നാൾ ഞാനത് തൊടാതിരിക്കുമായിരുന്നു. അത് കണ്ടിക്കണില്ല. ഇതിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഇത് അവരെ ഇളകിയിട്ടുണ്ട്. നാച്ചുറാലിറ്റി ഇല്ലെങ്കിലേ അവർ ഇളകുവാണ്. പതിയെ അനങ്ങിയപ്പോഴത്തേക്കും ഇളകി തുടങ്ങി കേട്ടോ. ഇവിടെ പതിയെ വെട്ടിയപ്പോഴത്തേക്കും അത് ഇളകി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഞാൻ വെട്ട് നിർത്തുവാണ്. ഇനി വലിയ ഫുള്ള് ഇളകിയാലോ. അതുകൊണ്ട് ഞാൻ ഇനി വേറൊരു സംഭവം കാട്ടിത്തരാം കേട്ടോ. ബാ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ കലത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറുതേൻ, പക്ഷേ ഇതിൽ നീറ് വന്ന് കയറി ചെയ്യണ്ട, അത് പോയി. ഉറുമ്പൊക്കെ കയറി ഇതിങ്ങനെ പോകും കേട്ടോ. കണ്ടോ വേറൊരു ഇത് എൻ്റെ കണ്ണിൽപ്പെട്ടാട്ടോ. അതാ ഇത് നോക്കിയേ, ഇത് വണ്ടിൻ്റെ ആണോ അതോ ചീവീടിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. ഈ പാമ്പൊക്കെ പടം പൊഴിക്കണമല്ലോ ഉണ്ടോ, ആ പടം പൊഴിച്ചിട്ട് ഞാനോർത്ത് ഇത് ജീവനോടെ ഇരിക്കണേയായിരിക്കുന്നു. വന്ന് നോക്കിയപ്പോൾ അതാ കണ്ടോ, ഇതൊരു വേറെ വിഭാഗത്തിൽപ്പെട്ട ഈച്ച കേട്ടോ. ഇത് അതിനേക്കാൾ ഇത്രയോടെ വലുതാണ്. മറ്റേത് നമ്മൾ ആദ്യം കണ്ടത് ചെറുതേനല്ലായിരുന്നോ. ഉണ്ടോ, ഇത് ഏതാണ്ട് ഇത് കൊത്തണ ഈച്ചയാന്ന് തോന്നണം കേട്ടോ. ഇത് നമ്മുടെ ഒരു ചെടിയാട്ടോ. ഇത് ഒരുമാതിരി ചേമ്പ് പോലെ നിൽക്കുന്ന ഒരു ചെടി. അപ്പോൾ ഇതുണ്ടോ വെയിലായപ്പോഴത്തേക്കും ഉണ്ടല്ലോ തേൻ ശേഖരിക്കാൻ വേണ്ടി ഇതേ വന്നേക്കണുണ്ടോ. ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. കണ്ടോ വെയിൽ കളഞ്ഞപ്പോഴത്തേക്കും എന്തേ ഈ മാതിരി തേൻ അതെല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയാൻ മേല. ഒന്നും കാട്ടിത്തരാം. അതിൽ പൊതിഞ്ഞിരിക്കണുണ്ടോ, അത് എന്തോരം ഈച്ചയാന്ന് നോക്കി. കണ്ടോ, അത് ചെറു തേനീച്ചയൊന്നും അല്ല കേട്ടോ, വലിയ ഈ കുറ്റിപ്പല്ലി എന്നൊക്കെ പറയില്ലേ, ആ ഒരു തേനീച്ച. അത് നിറച്ചുകൊണ്ട് കേട്ടോ. അതാ ഈ ഇതേലും ഉണ്ടാവണ പൂവാ അത്. പക്ഷെ അതിൽ അത്രയും തേനൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതാ അവിടെ പൊതിഞ്ഞിരിക്കണുണ്ടോ, അതിലൊത്തിരി തേനുണ്ടെന്ന് തോന്നണം. അതുകൊണ്ടല്ല ആ മാതിരി എല്ലാ ഈച്ചയും കൂടെ പോയി തേൻ കുടിക്കണതാ. അത് വൈകുന്നേരം വരെ. ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ പോകും കേട്ടോ, മഴയില്ലെങ്കിൽ അങ്ങനെ തന്നെ അത് ഇതാണ്ടോ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പറക്കും കേട്ടോ. അയ്യോ എൻ്റെ ഫോണേ വന്നിരിക്കുക. അടുത്തേക്ക് വരുമ്പോൾ അത് പറക്കണ്ട കേട്ടോ. ഈച്ച കുത്തു വെച്ച് തരും. കണ്ടോ, പോട്ടെ ഞാൻ ഇളക്കി. കൊത്തു വല്ലതും കിട്ടും തേനീച്ചയുടെ.